ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. വിഷുഫലം 2026 അത് ചതയം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ചതയം നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദീർഘനാളുകളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വളരെ കഷ്ടപ്പെടുന്ന ഒരു വൻ ജനങ്ങൾ തന്നെയുണ്ട്. അധികം ആൾക്കാർ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ചതയ നക്ഷത്രക്കാർ. അതായത് ഏഴരശനിയൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇപ്പം പോകുന്ന ഒരു നക്ഷത്രവും കൂടിയാണല്ലോ. ഏഴരശനിയുടെ പ്രധാന ദോഷങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പോഴും ആ കഷ്ടതകളിൽ നിന്ന് മുക്തി വരുന്നിട്ടില്ല. വരുമാനമൊക്കെ വർദ്ധിക്കുക, ജോലിയൊക്കെ കിട്ടി എന്ന് വരികിലും അതിൽ നിന്ന് മുക്തി വരാത്ത ഒരു വൻ ജനാവലി തന്നെയുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെയും മൊത്തത്തിലുള്ള കാര്യങ്ങൾ വിചിന്തനം ചെയ്ത് ഈ വർഷം, അതായത് 2024 വിഷുഫലമാണ് പറയുന്നത് ഈ ചതയം നക്ഷത്രക്കാരുടേത്. ചതയം നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് ഈ വർഷം വിഷു മേടൻ രാശിയിലേക്ക് രവി സംക്രമിക്കുന്നത്, അതായത് മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1, അതായത് 2026 ഏപ്രിൽ മാസം 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിലാണ് അതായത് ചന്ദ്രൻ ചതയം നക്ഷത്രത്തിൽ നിൽക്കുമ്പോഴാണ് മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുക, മാറുക, അല്ലെങ്കിൽ അങ്ങോട്ട് സ്ഥിതി വന്നു ചേരുക. മീനം രാശി വിട്ട് മേടം രാശിയിലേക്ക് വരുന്ന ആ സമയത്തെ കണക്കാക്കിയതിൽ ഗ്രഹങ്ങളുടെ പ്രധാനമായ സ്ഥിതി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിഷുഫലം ആണ് പറയുന്നത്. ആ സമയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് വിഷുഫലം പറയുന്നത്. അതിന് ഏറ്റവും അനുകൂലമായിട്ട് നല്ല ഒരു പ്രോഗ്രസ്, ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം. അതായത് കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്രനാമ നിത്യയോഗവും കൊണ്ട് ഭൂമി ഭൂതോദയം കൊണ്ടാണ് ജന്മം ഈ മേടൻ രാശിയിലേക്ക് രവി സംക്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തിഥിയും കരണവും നിത്യയോഗവും പക്ഷവും അതുപോലെ തന്നെ ഭൂതങ്ങളെക്കുറിച്ചും ഒക്കെ വിചിന്തനം ചെയ്തതിൽ ചതയം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേർന്ന് വലിയ വലിയ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനായിട്ട് സാധിക്കും. ആരോഗ്യം ആണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. കഫ സംബന്ധമായിട്ടും വാതസംബന്ധമായിട്ടും ഉദര സംബന്ധമായിട്ടും മറ്റ് രക്തം സംബന്ധിച്ചും ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ വളരെ അധികം ദുരിതങ്ങൾ, രോഗാവസ്ഥകൾ പ്രായമായവർക്കും യൗവന മധ്യ വയസ്സിലൊക്കെ ഉള്ളവർക്ക് വന്നു ചേർന്നിരുന്ന ഒരു കാലമാണ് കടന്നു പോയത്. അതായത് അതൊക്കെ ഒരു പരിധി വരെ കടന്നു പോയി കഴിഞ്ഞു. ഏഴരശനി ഇനി കുറച്ച് നാളും കൂടി ഉണ്ട്. എങ്കിലും വളരെയധികം ദൈവാധീനമൊക്കെ വർദ്ധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഇതുവരെ ചികിത്സ ഫലിക്കാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ല ഡോക്ടറെ കണ്ടെത്തുവാൻ സാധിക്കും. അത് ആരെങ്കിലും പറഞ്ഞറിഞ്ഞൊക്കെ ഒരു പുതിയ ആശുപത്രിയിലെ ചികിത്സ, ചിലപ്പോൾ ആശുപത്രിയിൽ തന്നെ ഉപേക്ഷിച്ച് രോഗികളാണെങ്കിൽ തന്നെയും ആയുർവേദപരമായിട്ടോ ഹോമിയോ ചികിത്സ കൊണ്ടോ ഒക്കെ ഭേദമാകുന്നതിന് ചികിത്സ ഫലിക്കുക എന്ന് പറയും. അത് ആരുടെയും ഒരു ഡോക്ടർമാരുടെയും കൺട്രോളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. ചികിത്സ ഫലിക്കാതിരുന്നാൽ ഡോക്ടറുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ പോലും അതിശയം വിചാരിക്കുന്ന രീതിയിൽ
ഡെവലപ്പായി രോഗം ഒക്കെ വിട്ടുമാറി ആരോഗ്യത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറില്ല. അതുപോലെ ഈ ചതയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളായാലും കടത്തിൽ നിന്ന് ഇനി ഒരു മുക്തിയും ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്ന വലിയ ജനാവലി തന്നെയുണ്ട്. അവർക്ക് കടത്തിൽ നിന്ന് മുക്തി നേടുന്നതിനും ഒരു ജോലിയൊന്നും അന്വേഷിച്ചിട്ട് കിട്ടുകയില്ല, ഏജ് ഓവറായി പോയി, പ്രായമായി, അല്ലെങ്കിൽ അതിന് വേണ്ട വിദ്യാഭ്യാസമില്ല, എബിലിറ്റി ഇല്ല, പ്രവർത്തനക്ഷമതയില്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്നവർക്ക് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ അവസരം വളരെ നല്ലതാണ്. ഈ വിഷുഫലം കൊണ്ട് അത് ഈ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ മാത്രമുള്ള ഒരു ഫലമല്ല ഞാൻ ഈ പറയുന്നത്. അത് ഈ ഒരു വർഷത്തേന് നമുക്ക് ഈ ചതയ നക്ഷത്രക്കാർക്ക് ഉയർച്ചകൾ വന്നു ചേരും. അധിക കഷ്ടതകളൊക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ജാതകം തയ്യാർ ചെയ്ത്, അതായത് ഗ്രഹനില എടുത്ത് അതിൻ്റെ ദശാപഹാരങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചും നവാംശകം, അഷ്ടവർഗം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ വിചിന്തനം ചെയ്ത് കാര്യങ്ങൾ നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് ചിലപ്പോൾ വലിയ ദോഷങ്ങൾ മാറി കടങ്ങളൊക്കെ വീടി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കിട്ടുന്നതിനും വിവാഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറുന്നതിനുമൊക്കെ ഈ വിഷുഫലം കൊണ്ട് യോഗമുണ്ട്. അതായത് ദീർഘനാളുകളായിട്ട് വിവാഹം ആലോചിക്കുക, ഒരു തരത്തിലും വിവാഹം അടുത്ത് വരുന്നില്ല. ഒന്നുകിൽ പുരുഷന് സ്ത്രീയെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സ്ത്രീയെ പുരുഷന് ഇഷ്ടപ്പെട്ടില്ല, അതുമല്ല എങ്കിൽ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നക്ഷത്രം കൊണ്ട് ചേർക്കാൻ ജ്യോത്സ്യന്മാർ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങി പോകുന്ന നക്ഷത്രം ആണ് ചതയ നക്ഷത്രം. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഭാഗ്യം വന്നു ചേർന്ന് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ ജീവിതാഭിവൃദ്ധിയോട് വന്നു ചേരുവാൻ ഉള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നത്. അതുപോലെ തന്നെ ജോലിക്കാർ, ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് ഒരു വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, നല്ല വീട് വെക്കാൻ സാധിക്കുന്നില്ല, സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോദരിയുടെ ഒരു വിവാഹം നടക്കാൻ സാധിക്കുന്നില്ല, വാഹനം വാങ്ങാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ച് നടക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അതൊരു വലിയ ജനാവലിയുണ്ട്. അവർക്കും ഈ ചതയ നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം പഠിച്ച വിദ്യയ്ക്കോ അതിനനുസരിച്ചോ ഉപരിയായിട്ടോ സ്വന്തം നാട്ടിലോ നാട് വിട്ടോ ഒരു ജോലി കരസ്ഥമാക്കുന്നതിനും, ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ലോൺ എടുത്തായാലും ഒരു വീട് വയ്ക്കുന്നതിനും ഉണ്ടാകുന്നതിനും, വാഹനം വന്നു ചേരുകയോ വിവാഹം നടക്കുന്നതിനും, സഹോദരികളുടെയോ ഒക്കെ വിവാഹം നടത്തുവാനും, മംഗളകരം കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുവാനൊക്കെ ഈ ചതയം നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ദൈവാധീനവും ഒക്കെയുള്ള ഒരു വിഷു ആണ് ഇപ്പോൾ നമുക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെടുകയും, പശു ആണ് കാരണം, സുരഭിക്കരണം. അതുപോലെ തന്നെ പക്ഷത്തിലെ ദ്വാദശി തിഥിയ കൃഷി കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. പശു വളർത്തൽ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പല വിധത്തിലൊക്കെയുള്ള നഷ്ടങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ വർഷം അതിനൊക്കെ ഒരു അഭിവൃദ്ധി വന്നു ചേരും. അതുപോലെ തന്നെയാണ് ദീർഘനാളുകളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് ഒരു പുരോഗതിയുമില്ല, അങ്ങനെ പോകുന്ന ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ അവർക്ക് ഒരു പുതിയ പദ്ധതികൾ എന്തെങ്കിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കുക വഴി വ്യാപാര വിപണനങ്ങൾ വർദ്ധിക്കുക, ഡീലർഷിപ്പ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ ഉൽപ്പാദിത രംഗത്ത് ജോലികൾ ചെയ്യുന്നവർ, സ്വന്തമായിട്ട് നടത്തുന്ന ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവർ, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ അതിലേക്കൊക്കെ താല്പര്യം വന്ന് ചെയ്ത് വിജയിക്കുക, അപ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകുക, ഷെയർ മാർക്കറ്റിൽ പോയി സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും പുതിയതായിട്ട് ഒരു പ്രവർത്തനം ഒക്കെ ചെയ്താൽ വിജയിക്കുന്നതിനും സാമ്പത്തിക ലാഭമുണ്ടാകുന്നതിനുമൊക്കെ യോഗമുള്ള സമയം. അതുപോലെ തന്നെ പല വിധത്തിലുമുള്ള ധനാഗമന യോഗങ്ങൾ വന്നിച്ച്
ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കായാലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ശ്രദ്ധിച്ചേ മതിയാവും, അലസത പാടില്ല. മറ്റൊന്ന്, ഏഴരശനി കഴിഞ്ഞിട്ടില്ല എന്നും ഓർക്കണം. അപ്പോൾ കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുമ്പോഴും പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും വളരെ ജാഗ്രത ആവശ്യം. അത് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക, അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. വിജയങ്ങളൊക്കെ വന്നു ചേരും. അത് അധ്യാപകർക്കും ഗവൺമെൻറ് ജീവനക്കാർക്കും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മെഡിക്കൽ രംഗം എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ അവാന്തര വിഭാഗങ്ങളുണ്ട്. ഓഫീസ് വർക്കുകൾ മുതൽ ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സാങ്കേതിക വിദഗ്ധർ, എക്സ്റേ, സ്കാനിങ്, ലാബറട്ടറി, അങ്ങനെ അനവധിയാണ്. അവർക്കൊക്കെ വളരെ അഭിവൃദ്ധികൾ വന്നിച്ച്. മറ്റൊരു കാര്യം, സാമൂഹിക പ്രവർത്തനം നടത്തുന്നവരാണ്. രാഷ്ട്രീയ രംഗത്തായാലും മറ്റ് മതപരമായ സംഘടനകളിലോ മറ്റ് ഏതെങ്കിലും സംഘടനകൾ, രാഷ്ട്രീയവും മതവും ഇല്ലാത്ത എല്ലാവരെയും സമത്വത്തോടു കൂടി കാണുന്ന മറ്റ് ചെറിയ ചെറിയ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ, അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുവാൻ, പ്രസിദ്ധരാകുവാൻ, അത് കലാകാരന്മാർക്കും ഒക്കെ ഭാഗ്യമുള്ള ഒരു വിഷു ഫലമാണ് കണക്കാക്കുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര് നക്ഷത്രത്തോടും ഒപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.